ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. ഡോക്ടർ അബ്ദുൽ കലാമിൻ്റെ ഭൗതിക ശരീരം ഇന്നലെ ഷില്ലോങ്ങിൽ നിന്ന് ദില്ലിയിലെത്തി. ഭൗതിക ശരീരം പേറി വന്ന വിമാനത്തെ സ്വീകരിക്കാൻ പ്രസിഡന്റ് പ്രണബ് മുഖർജി, ഉപരാഷ്ട്രപതി ഹമീദ് അൻസാരി, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ പാലം വിമാനത്താവളത്തിൽ സന്നിഹിതരാകുമ്പോൾ അതും ഒരു ചരിത്രമായി മാറുന്നു. കാരണം പ്രസിഡൻറ്റും പ്രധാനമന്ത്രിയും ചേർന്ന് ഒരു ശവശരീരത്തെ അല്ലെങ്കിൽ മഹാനായ ഒരു മനുഷ്യൻ്റെ മൃതശരീരത്തെ സ്വീകരിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമാണ്. അത്തരമൊരു സംഭവത്തിന് സാക്ഷ്യം വഹിച്ചു ഇന്നലെ ദില്ലിയിലെ പാലം വിമാനത്താവളം. അവിടെ ശവശരീരം പ്രണാമത്തിന് പ്രദർശിപ്പിക്കുകയുണ്ടായി. അതിനുശേഷം നാളെ ആണ് ഖബറടക്കം നടക്കുക. നാളെ രാവിലെ 10:30 രാമേശ്വരത്താണ് ഖബറടക്കം നടക്കുന്നത്. മലയാള മനോരമ ആ വാർത്തയാണ് ഡോക്ടർ അബ്ദുൽ കലാമുമായി ബന്ധിപ്പിച്ച് ഇന്ന് നാമുമായി പങ്കുവയ്ക്കുന്ന പ്രധാനപ്പെട്ട വാർത്ത. ഖബറടക്കം നാളെ 10:30 രാമേശ്വരത്ത് പ്രണാമം അർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് 3 മണി മുതൽ വൈകുന്നേരം വരെ തോമസ് ഡൊമിനിക്ക് ദില്ലിയിൽ നിന്ന് ആ പ്രണാമ വാർത്തകളാണ് നമുക്ക് എത്തിച്ചു തരുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളും ഗൗരവതരമായ ചിത്രവും മലയാള മനോരമ തരുന്നു ഇങ്ങനെ: ഭാവിയുടെ രാജപാത സ്വപ്നം കാണാൻ രാജ്യത്തെ ശീലിപ്പിച്ച മഹാനായ നേതാവിന് രാഷ്ട്രത്തിൻ്റെ ആദരാഞ്ജലി. രാഷ്ട്രപതി പ്രണബ് മുഖർജിയുടെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും നേതൃത്വത്തിൽ ജീവിതത്തിൻ്റെ നാനാ തുറകളിലും നിന്നുള്ളവർ അന്തരിച്ച മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന് അന്ത്യോപചാരം അർപ്പിച്ചു. മൃതദേഹം ഇന്ന് രാവിലെ 7:45 ന്യൂദില്ലിയിൽ നിന്ന് വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ മധുര വിമാനത്താവളത്തിലെത്തിക്കും. അവിടെ പൊതുദർശനത്തിന് ശേഷം ഉച്ചയ്ക്ക് 2 രാമേശ്വരത്തെത്തിക്കും. വൈകിട്ട് 7 വരെ പൊതുദർശനം. നാളെ രാവിലെ 10:30 ഖബറടക്കം നടക്കും രാമേശ്വരത്ത് വെച്ച് എന്ന വാർത്ത നമുക്ക് തരുന്ന മനോരമ ആ വാർത്തയ്ക്കൊപ്പം തന്നെ ഒരു ചിത്രവും തരുന്നു. പാലം വിമാനത്താവളത്തിൽ മൃതദേഹത്തെ വഹിച്ചു വന്ന വിമാനത്തെ സ്വീകരിച്ചതിന് ശേഷം ഉള്ള രാഷ്ട്രപതിയുടെയും പ്രധാനമന്ത്രിയുടെയും ചിത്രമടക്കമാണ് മനോരമ ഇന്ന് 1-ാം പേജിലെ ആദ്യ വാർത്ത നമുക്ക് തന്നിരിക്കുന്നത്. മാതൃഭൂമിയും ഈ വാർത്ത തന്നെയാണ് ലീഡ് വാർത്തയാക്കിയിരിക്കുന്നത്. മാതൃഭൂമി പറയുന്നത് അബ്ദുൽ കലാമിനെ നമിച്ച് ഭാരതം എന്നാണ് ആ വാർത്തയിൽ മാതൃഭൂമി നമ്മോട് സംവദിക്കുന്നത്. കലാമിന് രാഷ്ട്രത്തിൻ്റെ അന്ത്യാഞ്ജലി. മൃതദേഹം ഇന്ന് രാമേശ്വരത്തെത്തിക്കും. ശവസംസ്കാരം വ്യാഴാഴ്ച രാവിലെ 10:30, നാളെ രാവിലെ 10:30. കീഴ്വഴക്കങ്ങളും ആചാരക്രമങ്ങളും മാറ്റിവെച്ച് മൃതദേഹം സ്വീകരിക്കാൻ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അടക്കമുള്ള നേതാക്കൾ തന്നെ എത്തുകയുണ്ടായി. ദേശീയ രാഷ്ട്രീയത്തിലെ മുൻനിര നേതാക്കളും ഉദ്യോഗസ്ഥ പ്രമുഖരും മതസാമൂഹിക നേതാക്കളും സാധാരണക്കാരായ ജനങ്ങളുമെല്ലാം രാജാജി നഗറിലെ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിലേക്ക് ഒഴുകിയെത്തുകയായിരുന്നു. ഒരുപക്ഷെ മൃതദേഹം കടന്നു വന്ന ആ മൃതദേഹം വഹിക്കുന്ന വാഹനം കടന്നു വന്ന എല്ലാ വഴികളിലും മുന്നൊരുക്കങ്ങളൊന്നുമില്ലാതെ കൈകൂപ്പി ആളുകൾ തിങ്ങി നിറഞ്ഞ് നിന്നത് അത്ഭുതപ്പെടുത്തുകയുണ്ടായി എല്ലാവരെയും. ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വ്യോമസേന വിമാനം ബുധനാഴ്ച രാവിലെ ദില്ലിയിൽ നിന്ന് തിരിക്കും. രാമേശ്വരത്ത് നാളെ ശവസംസ്കാരം ഖബറടക്കം നടക്കും എന്നും ഈ വാർത്ത നമ്മോട് പറയുന്നു. ദേശാഭിമാനിയുടെയും ലീഡ് വാർത്ത അതുതന്നെയാണ്. രാജ്യത്തിൻ്റെ അന്ത്യാഞ്ജലി എന്ന ശീർഷകത്തിൽ ഖബറടക്കം വ്യാഴാഴ്ച പകൽ 11 ജന്മദേശമായ രാമേശ്വരത്ത് എന്ന നിലയ്ക്കാണ് ആ വാർത്ത തരുന്നത്. ദേശാഭിമാനിയിൽ വാർത്തയെത്തുമ്പോൾ 10:30 എന്നത് 11 മാറുന്നു. ഖബറടക്ക സമയം വ്യാഴാഴ്ച 11 മണിക്ക്. തിങ്കളാഴ്ച അന്തരിച്ച മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമിന് രാജ്യത്തിൻ്റെ അന്ത്യാഞ്ജലി. രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ ആദരാഞ്ജലി അർപ്പിച്ചു. എന്നും തങ്ങളോടൊപ്പം നിന്ന ജനകീയ രാഷ്ട്രപതിക്ക് രാജ്യത്തെ വിദ്യാർത്ഥികൾ വിതുമ്പലോടെയാണ് യാത്രാമൊഴി നൽകാൻ പോകുന്നത്, പുഷ്പചക്രങ്ങൾ അർപ്പിക്കുകയും ചെയ്തത് എന്നും ദേശാഭിമാനിയുടെ ഈ ലീഡ് വാർത്ത ഖബറടക്കത്തെ സംബന്ധിച്ച വാർത്തയിൽ നമ്മോട് പറയുന്നു. രാഷ്ട്രീയ ആവിഷ്കാർ അഭയാൻ പദ്ധതി ഇനി
അബ്ദുൽ കലാമിൻ്റെ പേരിലാണ് അറിയപ്പെടാൻ പോകുന്നത്. പൊതുവൃത്താന്തം പേജിൽ മംഗളം ആ വാർത്ത തരുന്നു. മൺമറഞ്ഞു പോയ നേതാവിന്, മുൻ രാഷ്ട്രപതിക്ക് ഉചിതമായ സ്മാരകം വരുന്നു എന്നർത്ഥം. കാണുക, കലാം ഏറ്റുവാങ്ങിയത് ജനങ്ങളുടെ സ്നേഹാദരം. രാഷ്ട്രീയ അഭിയാൻ പദ്ധതിക്ക് കലാമിൻ്റെ പേര്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ശാസ്ത്രത്തിലും കണക്കിലും കൂടുതൽ താല്പര്യവും അറിവും വളർത്തുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയായ രാഷ്ട്രീയ ആവിഷ്കാർ അഭിയാൻ ഇനി APJ അബ്ദുൽ കലാം രാഷ്ട്രീയ ആവിഷ്കാർ അഭിയാൻ എന്ന പേരിൽ അറിയപ്പെടും. അങ്ങനെ ഒരു സ്മാരകം വരുന്നു എന്നാണ് ഈ വാർത്ത, മംഗളം വാർത്ത നമ്മോട് പറയുന്നത്. കേരളം ആ ശവശരീരം ഇവിടേക്ക് കൊണ്ടുവരാനൊരു ശ്രമം നടത്തുകയുണ്ടായി. ഉമ്മൻചാണ്ടി തന്നെ മുൻകൈയെടുത്തൊരു ശ്രമം നടത്തി. 2 പതിറ്റാണ്ടാണ് അദ്ദേഹം അണമുറിയാതെ കേരളത്തിൽ, പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ ജോലിയുമായി ബന്ധിപ്പിച്ച് താമസിച്ചത്. അതുവഴി ഇന്നലെ സൂചിപ്പിച്ചതുമാതിരി ഗാന്ധാരിയമ്മൻ കോവിൽ സ്ട്രീറ്റിലെ ചെരുപ്പ് കുത്തി മുതൽ സർവ്വസാധാരണക്കാരായ ആളുകൾ മുതൽ അങ്ങേയറ്റം വലിയ ഉന്നതങ്ങളിലിരിക്കുന്ന ആളുകൾ വരെ, ഭരണകർത്താക്കൾ വരെ അദ്ദേഹത്തിന് പരിചിതമായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ചൊരു സമയം തിരുവനന്തപുരത്തെങ്കിലും ആ മൃതശരീരം എത്തിച്ച് അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള അവസരമുണ്ടാക്കണമെന്ന് ഉമ്മൻചാണ്ടി ആവശ്യപ്പെടുകയുണ്ടായി കേന്ദ്രത്തോട്. പക്ഷേ അത് നടക്കില്ല. ആ വാർത്തയാണ് കേരളകൗമുദി രാഷ്ട്രത്തിൻ്റെ കണ്ണീർ പ്രണാമം എന്ന ശീർഷകത്തിൽ വന്നിരിക്കുന്ന ഒന്നാമത്തെ വാർത്തയ്ക്ക് ഉള്ളിൽ തരുന്ന ഇൻസെറ്റ് വാർത്തയിൽ പറയുന്നത്. ഭൗതികദേഹം കേരളത്തിലെത്തിക്കാനുള്ള ശ്രമം ഫലം കണ്ടില്ല. തുമ്പയിലെ ഒറ്റ മുറിയിൽ നിന്ന് രാജ്യത്തലവനായി വളർന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ഭൗതിക ശരീരം തലസ്ഥാനത്തെത്തിക്കാൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നന്നേ ശ്രമിച്ചു. എങ്കിലും ആ ശ്രമം പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരത്തിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ തിരുവനന്തപുരം നിവാസികൾക്ക് തിരുവനന്തപുരത്ത് അവസരം ലഭിക്കുന്നില്ല. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഗവർണർ P സദാശിവവും സ്പീക്കർ N ശക്തൻ നാടാരും മന്ത്രിമാരായ PJ ജോസഫും MK മുനീറും അടങ്ങുന്ന 6 അംഗ സംഘമാണ് ശവസംസ്കാര ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ രാമേശ്വരത്തേക്ക് പറക്കുന്നത്. ഹ്രസ്വമായൊരു സമയത്ത് അവിടെ എത്തിയതിന് ശേഷം അതേ ഹെലികോപ്റ്ററിൽ അവർ തിരിച്ചു വരും. കാരണം ഇവിടെ അവർക്ക് മറ്റ് ഇടപെടേണ്ട കൃത്യാന്തരതകൾ ഉണ്ട്. മരണം പ്രമാണിച്ച് സാധാരണഗതിയിൽ അവധി നൽകുക സഹജമാണ്. കേരളവുമായി ബന്ധിപ്പിച്ചാണെങ്കിൽ ദീർഘമായ മലയാളി ബന്ധമുള്ള മുൻ പ്രസിഡൻറ്റിൻ്റെ മരണം പ്രമാണിച്ച് അവധി നൽകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെന്ന് മാത്രമല്ല, അവധി പ്രഖ്യാപിക്കുന്നതിൻ്റെ അറ്റത്ത് വരെ എത്തുകയുണ്ടായി കേരള സർക്കാർ. പക്ഷേ തൻ്റെ കാര്യത്തിൽ അവധിയല്ല, മറിച്ച് കൂടുതൽ ജോലിയാണ് ചെയ്യേണ്ടത് എന്ന APJ അബ്ദുൽ കലാമിൻ്റെ വാക്കുകൾ, ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹം നൽകിയ വാക്കുകളെ മുൻനിർത്തി അവധി പ്രഖ്യാപനം മാറ്റിവെക്കുകയും അവധിയില്ല എന്ന് പറയുകയും ചെയ്തു. അതിൽ നിരാശയുള്ളവരുണ്ട്, സർക്കാർ ജീവനക്കാരും അതുപോലെ അധ്യാപകരുമൊക്കെ. അവധി കിട്ടാത്തതിൽ ചിലർക്ക് നിരാശ, അധികം ജോലി ചെയ്യും എന്ന് മറ്റ് ചിലർ. ആ അർത്ഥത്തിലുള്ള ഭിന്നാഭിപ്രായമാണ് മാതൃഭൂമി വിട പ്രിയ നായക എന്ന നിലയ്ക്ക് അബ്ദുൽ കലാമുമായി ബന്ധിപ്പിച്ച ധാരാളം വാർത്തകളെ ഏകോപിപ്പിക്കുന്ന ആ പുറത്ത് നമുക്ക് തരുന്ന വാർത്ത. അത് കാണുക. ഏതെങ്കിലും VIP മരിച്ചാൽ അന്നത്തെ അവധിക്കുള്ള വകയാണ് എന്ന് കരുതിയ സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും കനത്ത അടിയാണ് APJ അബ്ദുൽ കലാം തൻ്റെ മരണത്തിലൂടെ നൽകിയത്. മരണവിവരം അറിഞ്ഞ തിങ്കളാഴ്ച രാത്രി തന്നെ അവധിയുണ്ടോ എന്നന്വേഷിച്ച് 100 കണക്കിന് ഫോൺ വിളികളും അന്വേഷണങ്ങളുമാണ് മാധ്യമങ്ങളുടെ ഓഫീസുകളിലേക്ക് എത്തിക്കൊണ്ടിരുന്നത്. സംസ്ഥാന സർക്കാരിനും ഇക്കാര്യത്തിൽ ആശയക്കുഴപ്പമുണ്ടായിരുന്നു. രാത്രി 11-ന് കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ കൂടിയാലോചന നടത്തുന്നുണ്ടെന്നും അതിനുശേഷമേ സംസ്ഥാനത്ത് അവധി പ്രഖ്യാപനം ഉണ്ടാകുകയുള്ളൂ എന്നും സംസ്ഥാന സർക്കാരിൻ്റെ ആദ്യ ഔദ്യോഗിക അറിയിപ്പ് വന്നു. അവധി നൽകേണ്ടെന്ന കേന്ദ്ര തീരുമാനം വന്നതോടെ സംസ്ഥാന സർക്കാരും അവധി പ്രഖ്യാപനത്തിൽ നിന്ന് പിന്മാറി. പകരം ശവസംസ്കാര ദിനം അവധി നൽകിയേക്കുമെന്ന് മോഹിപ്പിക്കുകയും ചെയ്തു സംസ്ഥാന സർക്കാർ. പിന്നീട് അതും വേണ്ടെന്ന് വയ്ക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഒരവധി നഷ്ടപ്പെട്ടതിൽ ചിലർക്ക് നിരാശയുണ്ടായി എന്നാണ് മാതൃഭൂമി നമ്മോട് പറയുന്നത്. അദ്ദേഹം താമസിച്ചിരുന്ന മുറി, ആ ഒറ്റമുറിയും ഈ മരണത്തോടെ ചരിത്രപരമായ ഈ തിരോധാനത്തോടെ വലിയ താരമായി മാറുന്ന വാർത്ത ദേശാഭിമാനി പൊതുവാർത്താ പേജിൽ തരുന്നു. എല്ലാവരും തേടുന്നു ആ മുറി ഏത്,
APJ അബ്ദുൽ കലാം താമസിച്ച ഇന്ദിരാഭവൻ ലോഡ്ജിൻ്റെ ചിത്രമടക്കമാണ് ആ വാർത്ത ദേശാഭിമാനി തരുന്നത്. അതിപ്രകാരമാണ്: ഗാന്ധാരിയമ്മൻ കോവിലിനും സുബ്രഹ്മണ്യം ക്ഷേത്രത്തിനും ഇടയിലുള്ള ഇന്ദിരാഭവൻ ലോഡ്ജ് നഗരവാസികൾക്കൊക്കെ സുപരിചിതമാണ്. പക്ഷേ ആ ലോഡ്ജിൻ്റെ ചരിത്ര പ്രാധാന്യത്തെക്കുറിച്ച് പുതിയ തലമുറയിലെ പലർക്കും അറിയില്ല. 50 വർഷത്തിലേറെ പഴക്കമുള്ള ഈ ലോഡ്ജ് തേടി 2 ദിവസമായി വന്നുകൊണ്ടിരിക്കുന്നത് മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ 100ഓളം ആളുകളാണ്. എല്ലാവർക്കും APJ അബ്ദുൽ കലാം താമസിച്ച മുറിയൊന്ന് കാണുക എന്ന കൗതുകമാണുള്ളത്. അങ്ങനെ മഹാനായ ഒരു മനുഷ്യൻ്റെ മരണത്തോടെ അദ്ദേഹം താമസിച്ച ആ ചെറിയ മുറി, ആ ഒറ്റ മുറി താരമായി മാറിയിരിക്കുന്നു എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. അത്ഭുതകരമായ കാര്യങ്ങൾ നടന്നില്ലായിരുന്നു എങ്കിൽ യാക്കൂബ് മേമൻ 30-ാം തീയതി, അതായത് നാളെ, തൂക്കിലേറ്റപ്പെടുമായിരുന്നു. അതിനുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയാക്കപ്പെട്ടിരുന്നു. പക്ഷേ കോടതിയുടെ നിരീക്ഷണം, കോടതിയെടുത്ത സമീപനത്തിൻ്റെ ഭാഗമായി ആ വധം സ്റ്റേ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. എന്താണ് ഇന്നലെ കോടതിയിൽ അതുമായി ബന്ധിപ്പിച്ച് നടന്നത്? ഇതുവരെ കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്തയാണ് പറഞ്ഞത് എങ്കിൽ ഇന്നലെ അതുമായി ബന്ധിപ്പിച്ച് സംഭവിച്ച വാർത്ത മാധ്യമം 1-ാം പേജിൽ തരുന്നു. മേമൻ്റെ വധശിക്ഷ, അക്കാര്യത്തിൽ രൂക്ഷ ഭിന്നത കോടതിയിൽ സംജാതമായി. വധശിക്ഷ ജസ്റ്റിസ് കുര്യൻ സ്റ്റേ ചെയ്തു. കേസ് കുര്യനില്ലാത്ത വിപുലമായ ബെഞ്ചിനെ വിടുകയും ചെയ്തു. 2 ജഡ്ജിമാരാണ് അക്കാര്യത്തിൽ വാദം കേൾക്കാനിരുന്നത്. ഒരാൾ ശിക്ഷ ശരിവെച്ചപ്പോൾ മറ്റേയാൾ ശിക്ഷാവിധി സ്റ്റേ ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഭിന്നാഭിപ്രായം വന്ന സ്ഥിതിക്ക് കുര്യൻ ഇല്ലാത്ത വിപുലമായ ബെഞ്ചിലേക്ക് ഈ കേസ് വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അക്കാര്യത്തിൽ തീർപ്പുണ്ടാകാൻ 30-ാം തീയതിക്ക് മുമ്പ് സാധ്യമല്ലാത്ത അവസ്ഥ വന്നിരിക്കുന്നു. ഒരു ജീവനാണ് അതുമായി ബന്ധിപ്പിച്ച്, ഒരു മരണം മാറ്റിവെക്കപ്പെടുന്നു, തൽക്കാലം ഒരു ജീവൻ തുടർന്നും ജീവിക്കുന്ന ഒരവസ്ഥ സംജാതമായിരിക്കുന്നു പുതിയ വിധിന്യായം വരുന്നത് വരെ. ഹസനുൽ ബന്ന ആ വാർത്ത നമുക്കിങ്ങനെ തരുന്നു മാധ്യമത്തിൻ്റെ 1-ാം പുറത്തിലൂടെ. ജഡ്ജിമാർക്കിടയിലെ രൂക്ഷമായ അഭിപ്രായ ഭിന്നത പുറത്തു കൊണ്ടുവന്ന യാക്കൂബ് മേമൻ്റെ വധശിക്ഷയ്ക്കെതിരായ ഹർജിയിൽ സുപ്രീം കോടതി ഭിന്നവിധി പുറപ്പെടുവിച്ചു. മരണവാറണ്ട് സ്റ്റേ ചെയ്ത് ജസ്റ്റിസ് കുര്യൻ ജോസഫ് വിധി പുറപ്പെടുവിച്ചപ്പോൾ മേമൻ്റെ ആവശ്യം തള്ളുകയാണ് എന്ന് ജസ്റ്റിസ് അനിൽ ആർ ദവെ വിധിച്ചു. അഭിപ്രായ ഭിന്നത മൂലം മേമൻ്റെ അപേക്ഷ വിപുല ബെഞ്ചിന് വിടുകയാണ് എന്ന് ഇരുവരും വ്യക്തമാക്കിയതോടെ ഒരുപക്ഷെ തൽക്കാലം ആ വധശിക്ഷ ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ വിപുലമായ ബെഞ്ചിൽ ഈ കാര്യത്തിൽ വധശിക്ഷയ്ക്ക് സ്റ്റേ നൽകിയ കുര്യൻ ഇല്ലാതിരിക്കുന്നു എന്ന കാര്യവും പ്രത്യേക പ്രാധാന്യത്തോടെ ഇന്ന് മാധ്യമം എന്ന പത്രം അതിൻ്റെ 1-ാം പുറ വാർത്തയിലൂടെ നമ്മോട് പറയുന്നുണ്ട്. മേമൻ്റെ വധശിക്ഷയുടെ കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടാകും എന്ന് മംഗളം പറയുമ്പോൾ മംഗളം ആ വാർത്ത ലീഡ് വാർത്തയാക്കിയിരിക്കുന്നു. ഹിന്ദുവും ഈ വാർത്ത ലീഡാക്കിയിരിക്കുന്നു എന്നാണ് ആദ്യ വായനയിൽ കണ്ടത്. മേമൻ്റെ വധശിക്ഷ തീരുമാനം ഇന്ന്. മേമൻ്റെ ഹർജി തള്ളി ജസ്റ്റിസ് ദാവെ. വധശിക്ഷ സ്റ്റേ ചെയ്ത് ജസ്റ്റിസ് കുര്യൻ. ഹർജി 3-അംഗ ബെഞ്ച് പരിഗണിക്കും. നാളെ നടപ്പാക്കാനിരിക്കുന്ന വധശിക്ഷ സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് മുംബൈ സ്ഫോടനക്കേസ് പ്രതി യാക്കൂബ് മേമൻ സമർപ്പിച്ച ഹർജിയിൽ സുപ്രീം കോടതി ഇന്ന് തീരുമാനമെടുക്കും. യാക്കൂബിൻ്റെ ഹർജി പരിഗണിച്ച 2-അംഗ സുപ്രീം കോടതി ബെഞ്ച് ഭിന്നമായ വിധികൾ പുറപ്പെടുവിച്ചതിനെ തുടർന്ന് ചീഫ് ജസ്റ്റിസ് HL ദത്തു കേസ് 3-അംഗ ബെഞ്ചിന് വിടുകയായിരുന്നു. യാക്കൂബ് മേമൻ്റെ ഹർജി ജസ്റ്റിസ് AR ദാവെ തള്ളിയപ്പോൾ ജസ്റ്റിസ് കുര്യൻ ജോസഫ് മരണവാറണ്ട് സ്റ്റേ ചെയ്ത് വിധി പുറപ്പെടുവിച്ചു എന്ന് പറയുമ്പോൾ അക്കാര്യത്തിൽ തീരുമാനം ഇന്നുണ്ടാകുമെന്ന നിരീക്ഷണം മംഗളം പുലർത്തുന്നു. അതായത് ഇന്ന് 29. അക്കാര്യത്തിൽ മേമൻ്റെ പ്രാർത്ഥനയ്ക്കെതിരായ ഒരു തീരുമാനമാണ് കോടതി മുന്നോട്ട് വയ്ക്കും, 3-അംഗ ജഡ്ജിമാർ മുന്നോട്ട് വയ്ക്കുന്നത് എങ്കിൽ 30-ാം തീയതി വധശിക്ഷ നടപ്പാക്കപ്പെടും എന്ന് അനുമാനിക്കാൻ ഈ വാർത്ത നമ്മെ പ്രേരിപ്പിക്കുന്നു. കാർഷിക മേഖലയിൽ കേരളത്തിൽ 2005 മുതൽ 2014 വരെ 594 കൃഷിക്കാർ ആത്മഹത്യ ചെയ്തിരിക്കുന്നു എന്ന ആശങ്കാജനകമായ വാർത്തയാണ് ഇന്ന് പത്രലോകം നാമുമായി പങ്കുവയ്ക്കുന്ന മറ്റൊരു വാർത്ത. അത്തരമൊരു സാഹചര്യത്തിൽ കേരള സർക്കാർ എന്താണ് ചെയ്തത്?
കാര്യങ്ങൾ ചെയ്യാൻ തീരെ സമയമില്ലാത്തൊരു സർക്കാരാണ് കേരള സർക്കാർ എന്ന് നമുക്കറിയാം. അവർ വൻതുക പാഴാക്കി കളഞ്ഞിരിക്കുന്നു എന്ന ആക്ഷേപം ഉന്നയിക്കുന്നു. പൊതുവാർത്താ പേജിൽ ജന്മഭൂമി എന്ന സംഘപരിവാര പത്രം ആ വാർത്ത കൗതുകകരം എന്നല്ല പറയേണ്ടത്, അക്ഷന്തവ്യമായ അപരാധം ചെയ്ത ഉമ്മൻചാണ്ടി സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന വാർത്തയാണത്. കാർഷിക മേഖലയ്ക്ക് വേണ്ടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മാറ്റിവെച്ച 251.32 കോടി രൂപ കേരളം പാഴാക്കി എന്ന വാർത്ത പൊതുവാർത്താ പേജിൽ ജന്മഭൂമി തരുമ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ കാണുക. കർഷക ആത്മഹത്യ തടയാനും കാർഷിക മേഖലയുടെ അഭിവൃദ്ധിക്കുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വകയിരുത്തിയ തുകയിൽ കേരളം 251.32 കോടി രൂപ പാഴാക്കിയതായി വിവരാവകാശ രേഖ. 10 വർഷത്തിനിടെ കേരളത്തിൽ 594 കർഷകർ ജീവനൊടുക്കിയതായി കണക്കുകൾ വ്യക്തമാക്കുമ്പോഴാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഗുരുതരമായ ഈ അലംഭാവം സംഭവിച്ചത്. 2005 മുതൽ 2014 വരെ സംസ്ഥാനത്ത് 594 കർഷകർ ജീവനൊടുക്കിയതായി കൃഷി വകുപ്പ് നൽകിയ മറുപടിയിൽ 187 കർഷകർ ആത്മഹത്യ ചെയ്തത് വയനാട്ടിലാണ് കർഷക ആത്മഹത്യ ഏറ്റവും അധികം നടന്നിരിക്കുന്നത് എന്നും ഈ വാർത്തയിൽ ജന്മഭൂമി നമ്മോട് പറയുന്നു. തടവിലാക്കിയവരുടെ കഴുത്തറുത്ത് കൊല്ലുന്ന ഒരു മൃഗയാ വിനോദം ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന ഭീകരവാദ സംഘടന നടപ്പാക്കിക്കൊണ്ടേയിരിക്കുന്നു എന്ന് നമുക്കറിയാം. സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ അച്ചടി മാധ്യമത്തിലും ദൃശ്യമാധ്യമത്തിലും അതിൻ്റെ ദൃശ്യങ്ങൾ നാം പലവരും കണ്ടതാണ്. അങ്ങനെ ആ വധം നടപ്പാക്കിക്കൊണ്ടിരുന്ന ജിഹാദി ജോൺ ഇപ്പോഴെവിടെയാണ്? ജിഹാദി ജോണിൻ്റെ ചിത്രം, മുഖം മൂടിയ ചിത്രം നാം ധാരാളം കണ്ടിട്ടുണ്ട്. എന്നാൽ ജിഹാദി ജോൺ ഒളിച്ചോടിയിരിക്കുന്നു IS-ൽ നിന്ന് എന്ന വാർത്ത ജന്മഭൂമിയിൽ തരുന്നു. ജിഹാദി ജോൺ IS-ൽ നിന്ന് ഒളിച്ചോടിയതായി റിപ്പോർട്ട്. മരണഭയം മൂലം ജിഹാദി ജോൺ ആഴ്ചകൾക്ക് മുമ്പ് IS-ൽ നിന്ന് ഒളിച്ചോടിയതായി ആഫ്രിക്കൻ ദിനപത്രമായ എക്സ്പ്രസ് ഡെയിലി റിപ്പോർട്ട് ചെയ്തു. ജിഹാദി ജോൺ എന്നറിയപ്പെടുന്ന ഭീകരൻ ഇസ്ലാമിക് സ്റ്റേറ്റിൽ നിന്ന് ഒളിച്ചോടിയെന്ന റിപ്പോർട്ടുകൾ. മരണഭയം മൂലം ജിഹാദി ജോൺ ആഴ്ചകൾക്ക് മുമ്പ് IS-ൽ നിന്ന് ഒളിച്ചോടിയതായി ആഫ്രിക്കൻ പത്രം പറയുന്നു. IS ഭീകരർ തട്ടിക്കൊണ്ടുവന്ന പാശ്ചാത്യരെ കൊലപ്പെടുത്തിയതോടെയാണ് മുഹമ്മദ് M. വൈസി എന്ന ഇയാൾ അന്താരാഷ്ട്ര തലത്തിൽ കുപ്രസിദ്ധി നേടിയത്. അയാൾ ഒളിച്ചോടി പോയിരിക്കുന്നു അവരുടെ തന്നെ സംഘടനയിൽ നിന്ന് എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിന് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഏകദേശം സഫലീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന സ്വപ്ന സായുജ്യം തന്ന പദ്ധതി കേരള പിറവി ദിനത്തിൽ നിർമ്മാണം ആരംഭിക്കുമെന്ന വാർത്തയാണ് ദീപിക. നിർമ്മാണ വാർത്ത ദീപിക 1-ാം പേജിൽ തരുന്നു. കേരളപ്പിറവി ദിനത്തിന് കേരള സർക്കാർ ജനങ്ങൾക്ക് നൽകുന്ന സമ്മാനം എന്ന നിലയ്ക്കാണ് അത് നൽകപ്പെടാൻ പോകുന്നത്. നവംബർ 1 കേരളപ്പിറവി ദിനത്തിൽ തുറമുഖത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് ദീപിക 1-ാം പേജ് വാർത്തയിൽ പറയുന്നു. അതിനുള്ള സന്നാഹങ്ങൾ കാണുക. വിഴിഞ്ഞം തുറമുഖത്തിനായി ഭൂമി ഏറ്റെടുക്കാനും അടിസ്ഥാന സൗകര്യം ഒരുക്കാനും സർക്കാർ തീരുമാനം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിക്ക് ആവശ്യമായ ബാക്കി ഭൂമി ഏറ്റെടുക്കാനും നിർമ്മാണം തുടങ്ങാനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാനും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം തീരുമാനിച്ചു. പദ്ധതിക്കായി വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് കമ്പനിയുടെ പേരിൽ വാങ്ങിയ ഭൂമി സർക്കാർ അദാനി ഗ്രൂപ്പിന് കൈമാറും. കേരളപ്പിറവി ദിനമായ നവംബർ 1 തുറമുഖ നിർമ്മാണം തുടങ്ങും എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. ഋഷിരാജ് സിംഗ് എന്ന ADGP പുലിയാണോ പുപ്പുലിയാണോ എന്നൊക്കെയുള്ള സന്ദേഹം നിലനിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പതനമാണ് ഇന്ന് വാർത്തയാക്കി പത്രലോകം തരുന്നത്. അദ്ദേഹം മാപ്പ് പറയുന്നുവോ അഥവാ മുട്ടും മടക്കുന്നുവോ ആ പഴയ സിംഹം? ആ വാർത്ത സിറാജ് എന്ന പത്രം ഉൾപേജിൽ തരുന്നു, കാണുക. ആഭ്യന്തരമന്ത്രിയെ നേരിട്ട് കണ്ട് വിശദീകരണം നൽകി, സല്യൂട്ട് ചെയ്തു. വീഴ്ച ആവർത്തിക്കില്ല എന്ന് ഋഷിരാജ് സിംഗ് ആഭ്യന്തരമന്ത്രിയോട് പറയുമ്പോൾ 1 അല്ല 2 തെറ്റുകളുടെ കാര്യത്തിലാണ് അദ്ദേഹം മാപ്പിന് അടുത്ത് കാര്യങ്ങൾ ആവശ്യപ്പെടുന്നത്, കാണുക. മുഖ്യമന്ത്രിയെയും നേരിട്ട് കണ്ട് ഋഷിരാജ് സിംഗ് വിശദീകരണം നൽകിയിരുന്നു. സല്യൂട്ട് വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ ADGP ഋഷിരാജ് സിംഗ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ നേരിട്ട് കണ്ട് വിശദീകരണം നൽകി. വിവാദത്തിന് ശേഷം ആദ്യമായാണ് ആഭ്യന്തരമന്ത്രിയെ നേരിട്ട് കാണാൻ ADGPക്ക് സമയം അനുവദിച്ചത്. കണ്ടാണശ്ശേരിയിലെ വധശ്രമക്കേസിലെ പ്രതിയുടെ വീട്ടിൽ സത്കാരം സ്വീകരിച്ചതിനെക്കുറിച്ചും ADGP വിശദീകരണം നൽകി. അങ്ങനെ 2 തെറ്റുകൾക്ക് അദ്ദേഹം മാപ്പ് പറയുന്നു എന്ന നിലയ്ക്കാണ് ഈ വാർത്ത വരുന്നത്. ഇനി ഇന്നത്തെ മുഖലേഖനങ്ങൾ. മഞ്ഞ നിറമുള്ള മണ്ണ് എന്ന വിലയ്ക്ക് അറിയപ്പെടുന്ന സ്വർണത്തിൻ്റെ വില
താഴേക്ക് താഴേക്ക് പതിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാർവദേശീയ മാർക്കറ്റിൽ സ്വർണം ഡോളറിൻ്റെ താഴേക്ക് സഞ്ചരിക്കുമ്പോൾ അതിനെ മുൻനിർത്തി സ്വർണ്ണവിലയുടെ മാറ്റ് എന്ന ശീർഷകത്തിൽ ഡോക്ടർ എം പുഷ്പാങ്കദൻ ഒരു ലേഖനം എഴുതിയിരിക്കുന്നു ദേശാഭിമാനിയിൽ. ആ ലേഖനം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: സ്വർണ്ണവില കുറയുകയാണിപ്പോൾ. 2001 മുതലാണ് വില കുതിച്ചുയരാൻ തുടങ്ങിയത്. 2011 സെപ്റ്റംബറിൽ 1 ഔൺസ് സ്വർണത്തിന് $1920 എന്ന നിരക്കിലെത്തി. എന്നാൽ പിന്നീട് അങ്ങോട്ട് തുടർച്ചയായി വില ഇടിയാൻ തുടങ്ങി. നിലവിൽ $1804 വില. 2009 ഔൺസിന് $800 എന്ന നിലയിൽ നിന്നാണ് 2011 $1900 എന്ന നിലയിലേക്ക് ഉയർന്നത്. ഊതി വീർപ്പിച്ച ഈ ബലൂൺ പൊട്ടാൻ തുടങ്ങിയെന്നർത്ഥം. 5 വർഷത്തിനിടയിൽ ഏറ്റവും താഴ്ന്ന വിലയാണ് സ്വർണത്തിനിപ്പോൾ. സ്വർണത്തിനുള്ള ആവശ്യവും വിതരണവും മാത്രമല്ല, ഭാവിയെയും ഇത് പ്രതിഫലിപ്പിക്കുന്നു. സ്വർണവും വെള്ളിയും ഡോളറിലാണ് വ്യാപാരം നടക്കുന്നത് എന്നതിനാൽ ഡോളർ ശക്തമായപ്പോൾ അത് സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും വില ഇടിച്ചു. ഒരു വർഷത്തിനിടയിൽ വെള്ളിയുടെ വില 29% ഇടിഞ്ഞപ്പോൾ സ്വർണ്ണവില 16% ഇടിഞ്ഞു എന്ന് ഈ ലേഖനം പറയുന്നു. ഇനി ഇന്നത്തെ കാർട്ടൂൺ. ദില്ലി എന്ന ചെറു സംസ്ഥാനം ഭരിക്കുന്നത് ആരാണ്? തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രി കേജ്രിവാളാണോ അഥവാ കേന്ദ്ര പ്രതിനിധിയായ ലഫ്റ്റനൻറ്റ് ജനറലാണോ? ഇപ്പോഴും തീരുമാനിക്കപ്പെടാത്ത കാര്യം ഈ കാർട്ടൂണിലൂടെ നമുക്കൊന്ന് കാണാം. ഇത് ഭരണത്തിൻ്റെ ചടുലമായ ഒരു കളിയാണ്. അതിൽ ഭാരം അധികമായിരിക്കുന്നത് കേജ്രിവാളിന് തന്നെ. എന്നാൽ ലഫ്റ്റനൻറ്റ് ഗവർണർ ഇരിക്കുന്ന ആ ഇരിപ്പിടം കാണുക. ലഫ്റ്റനൻറ്റ് ഗവർണർക്ക് ഇരിപ്പിടത്തിന് താഴെ പൊയ്ക്കാൽ വെച്ച് കള്ളക്കളി നടത്തുന്ന കേന്ദ്രത്തെ കാർട്ടൂണാക്കിയിരിക്കുന്നത് സുരേന്ദ്രനാണ് ഹിന്ദുവിൽ. ഇനി ഇന്നത്തെ ചിത്രം. 10 വർഷങ്ങൾക്ക് മുമ്പ് കേരള നിയമസഭയിൽ ഡോക്ടർ അബ്ദുൽ കലാം പ്രസംഗിച്ചു. അന്ന് നിയമസഭാ വളപ്പിൽ അദ്ദേഹം ഒരു ചെമ്പകത്തൈ നടുകയും ചെയ്തു. ഈ ചിത്രം കാണുക. കലാം നട്ട ചെമ്പകത്തൈയുടെയും അത് നോക്കുന്ന സ്പീക്കർ ശക്തൻ്റെയും ചിത്രം മലയാള മനോരമ വർത്തമാനം പുറത്ത് വന്നിരിക്കുന്നു. ഈ ചിത്രത്തോടെ ഇന്നത്തെ വർത്തമാനം ഇവിടെ സമാപിക്കണേ. നൈസ് ഡേ. ഗുഡ് ബൈ.